ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബിഗ് ബോസ് താരം റന ഫാത്തിമൻ്റെ ഉമ്മ ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാവാം. സ്വന്തം മകളാണ്, നാട്ടുകാർ മൊത്തം, അതുപോലെ നാട്ടുകാരെന്നല്ല ലോകം മൊത്തം സ്വന്തം മകളെ പഴി പറയുമ്പോൾ അതിന് കൊടുക്കാൻ ഒരു താക്കീതായി വന്നതാണ് ഉമ്മ. അപ്പോൾ ഉമ്മ ഒരു കാര്യം, എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവും വിഷമങ്ങളുണ്ടാവും. കാരണം മോളെ ലൈവിലാണ് എല്ലാവരും തെറി പറയുന്നത്, പറയുന്നതാണ് ഒക്കെ തോന്നലുണ്ടാവും ഉമ്മക്ക്. പക്ഷേ തോന്നലല്ല, ഉമ്മ ലൈവിൽ മക്കളുടെ പ്രായത്തിന് മൂത്തവരെയാണ് എടാ പോടാ നീ പോടാ ഒക്കെ. രണ്ടാമത്തെ വീക്കിൽ തന്നെ, സെക്കൻഡ് വീക്കിൽ തന്നെ റന ഫാത്തിമ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയ ഒരു കണ്ടസ്റ്റൻ്റായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്യാങ്ങായി നിന്നിട്ട് ആണ് റന ഫാത്തിമ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒറ്റയ്ക്കല്ല കളിക്കുന്നത്. മനസ്സിലായോ? അക്ബർ, അതുപോലെ മറ്റേ എന്താ പറയുക, ജിസയിൽ, അങ്ങനെ കുറച്ച് ആൾക്കാർ ടീമിൽ നിന്നിട്ടാണ് റന ഫാത്തിമ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മീൽ സാബുവിനെ വല്ലാണ്ട് എത്രയോ ഏകദേശം ഒരു നല്ലൊരു പ്രായത്തിന് മൂത്ത ആളായിരിക്കണം മീൽ സാബു, എന്നിട്ട് പോലും പോടാന്ന് ഒരുപാട് തവണ വിളിക്കുന്നത്. അവൾ പോടാ വിളിച്ചതിന് ശേഷമാണ് കീടന്ന് തിരിച്ച് സാബു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവും? അപ്പോൾ കുറച്ച് റെസ്പെക്റ്റ് നല്ലതാവാം, കളിയൊക്കെ ഓക്കെ അല്ലാന്ന് പറയുന്നില്ല. അപ്പം നമ്മുടെ കേരളമല്ലേ, മലയാളികളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്ന വേഷങ്ങളും അതുപോലെ സംസ്കാരങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത് മോൾക്ക് അറിയണ്ടാവില്ലായിരിക്കണം, അതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. ഉണ്ടാക്കും. പക്ഷെ അവളെ ഹായ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുകൊണ്ടല്ല, എൻ്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത്? ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, പൈസക്ക് വേണ്ടിയിട്ടല്ലേ എന്ന്. പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, പൈസ ഒരു മനുഷ്യന് ജീവിക്കണേ ക്യാഷ് വേണം. ക്യാഷ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിലേ ഇന്നത്തെ സമൂഹത്തിന് വിലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ എൻ്റെ മോള് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കും. പക്ഷെ അവളെ ഏറ്റവും വലിയൊരു സ്വപ്നം അവൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഒരു കാലെങ്കിൽ അവളെ ബിഗ് ബോസിലേക്ക് വിളിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷ മാത്രം അവളെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ളൂ. അവൾ ഏറ്റവും വലിയ സ്വപ്നമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. എല്ലാവരും സ്വപ്നം കാണും. ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരും ഈ PR വർക്ക് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സും ഇവരൊക്കെ സ്വപ്നം കാണുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ കുറ്റം പറയുന്ന ആൾക്കാരെന്നെ ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ പോകും, ഉറപ്പാ. വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നല്ല. കാരണം ഈ ഒരു ഇത് കൊടുത്തത് വേറെ ഒന്നുണ്ടല്ലോ. ഞാൻ ഈ ഒരു ഇത് ഇട്ടിട്ടുണ്ട്, ഇനി ഇന്ത്യ ഇത് വെച്ചിട്ട് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കും, ഇറക്കിയിട്ടുണ്ട്, ഞാൻ കണ്ടതുമാണ്. അങ്ങനെ ഉണ്ടാക്കട്ടെ, നോ പ്രോബ്ലം, ഒരു പ്രശ്നവും ഇല്ല. എല്ലാം നമ്മൾ അറിഞ്ഞിട്ട് തന്നെ. എൻ്റെ മോള് പോകുന്ന സമയത്ത് എന്നോടും ആലിബിനോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ്മ നെഗറ്റീവ് ഉണ്ടാവും, ഒന്നും മൈൻഡ് ആക്കരുത്, നെവർ ആക്കണം, ടെൻഷൻ അടിക്കരുത്, എല്ലാം പറഞ്ഞിട്ടാണ് എൻ്റെ മോള് പോയിട്ടുള്ളത്. പക്ഷെ ഞാൻ അതല്ല ചോദിക്കുന്നത്, ഇത്ര മാത്രം വെറുക്കാൻ എൻ്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ ചെയ്യുന്നത്? എന്ത് തെറ്റാ അവള് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, റെസ്പെക്റ്റ് ഇല്ല, തെറിയാണ് നിങ്ങളെ മോള് വിളിക്കുന്നത്, വളർത്തുദോഷം, ബാപ്പനും ഉമ്മയും പറഞ്ഞാൽ മതി. അതെ, കണ്ണുകളിലൂടെ കാണിക്കണം. അവരെ ബാപ്പനും ഉമ്മയും വളർത്തുദോഷം മതി അത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ വളർത്തുദോഷം ഈ ബാപ്പയും ഉമ്മയും വളർത്തിയ ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ ഇവരും ഇതുപോലെ ആവുന്നത്? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. പിന്നെ നിങ്ങൾ പറയുന്ന വളർത്തുദോഷം, എൻ്റെ മോക്ക് ഒരു വളർത്തുദോഷവും ഇല്ല, നല്ലപോലെ വളർന്ന മോളെ തന്നെയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ അയഞ്ഞാടാൻ വിട്ടതാണ് മോളേന്ന്. എൻ്റെ മോളെ അയഞ്ഞാടാൻ പോയിട്ടില്ല. എനിക്കറിയാം എൻ്റെ മോളെ, അവളെ ബാപ്പക്കറിയാം, അവളെ ഫാമിലിക്കറിയാം, അവളെ അറിയുന്ന ആൾക്കാർക്കറിയാം, അവളെ ഫ്രണ്ട്സിനറിയാം. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ മോൾ അയഞ്ഞാടുന്നത്? കണ്ടിട്ടുണ്ടോ? കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് വിശ്വസിക്കേ, കാണാതെ വിശ്വസിക്കല്ലേ? വീഡിയോയിൽ കാണുന്നതല്ലേ നിങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെയാണ് നിങ്ങൾ സിനിമയിൽ നടക്കുന്നത് ലൈഫായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? ആ ജീവിതമാണോ? വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എന്ന് വിചാരിച്ചിട്ട് അവൾ വേണ്ടാത്ത വീഡിയോസും കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, അവൾ ചെയ്യൂല്ല. പിന്നെ റെസ്പെക്റ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവൾ 19 വയസ്സാണ്, അവളെ ഏജാണ് നിങ്ങൾ ഓരോരുത്തരും ജലസാക്കുന്നത്. അവളെ ഏജ്. കുറേ പേര് അവൾക്ക് നല്ല കമന്റ് തന്നെ ഇടുന്നത്, നല്ലതെന്നാ പറയും. എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ വെറുക്കാൻ മാത്രം എൻ്റെ മോളെ എന്ത് തെറ്റാ ബിഗ് ബോസിൽ കാണിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൾ എന്ത് തെറിയാ വിളിക്കുന്നത്? പോടി പട്ടീന്നോ? ഓരോരുത്തരിൽ അതിൽ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും ഇതില്ലേ, ഒരു ഉത്തരവില്ലേ? പിന്നെ പറഞ്ഞു ഒരു കാര്യം, ഷൂഷു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, ഇതിനൊരു അർത്ഥവും ഇല്ലാന്ന് ബിഗ് ബോസ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പറഞ്ഞു. ചൈനയിൽ പോയി പഠിച്ചിട്ടുള്ള ബിന്നി വരെ പറഞ്ഞു, ഒരു അർത്ഥമില്ല ലാലേട്ട, എന്താ പറയുക, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത്. ആ ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്നതിന് മുന്നേ ഈ ഒരു ഇത് വെച്ചിട്ട് കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങി അവർക്ക് നെഗറ്റീവ്. ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കുക, നിങ്ങളെ വീട്ടിലാണ് ഈ സ്വന്തം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കും?
ഈ ബിഗ് ബോസിൽ പോയ എല്ലാവരും നല്ലതാണെന്നുള്ളത് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആരും മനസ്സിലാക്കുക എല്ലാവരും നല്ലതാ, എല്ലാവരും അവരുടെ കുടുംബത്തിൽ നിന്നും വരുന്നത്, എല്ലാവരും നല്ല ആൾക്കാർ. അവിടെ ഉള്ള 20 കണ്ടസ്റ്റൻസും എല്ലാവരും നല്ലവരാ. എനിക്ക് ഉറപ്പാ അവളൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും PR ആണ് കൂടുതൽ. ഇത്രയും യൂട്യൂബേഴ്സ് അവളെ അധികം നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരം അവളെ നെഗറ്റീവ് വർക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും നെഗറ്റീവ് വർക്കാൻ മാത്രം യൂട്യൂബേഴ്സിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളത്? നിങ്ങളുടെ മനസാക്ഷിനോട് തൊട്ട് ചോദിക്കി എൻ്റെ മോൾ എന്താ ചെയ്തതെന്ന്. കുറേ ആലിബിനെ ഇപ്പൊ 2-3 ദിവസമായിട്ട് ആലിബ് രക്ഷപ്പെട്ടു, ആലിബ് അളിയാൻ സന്തോഷം കൊണ്ട് പറഞ്ഞയച്ചതാണെന്ന് ഇന്നലെ എൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു. അതായത് ആലിബ് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് കാണാൻ കൊതിയാവണെന്നാ, എൻ്റെ മോളെ എനിക്ക് കാണാൻ കൊതിയാവണെന്നാ. അതാണ് നമ്മളെ സ്നേഹം, ആലിബ് ഓളോടുള്ള സ്നേഹം. ഓക്കുണ്ടാവും മനസ്സിൽ. ഇത് നിങ്ങൾ ഈ ഒരു ഭാഗം, ഈ ഒരു കുറച്ച് പോഷൻ വെച്ചിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കും, ഉമ്മൻ്റേത് എന്ന് പറഞ്ഞിട്ട്. മക്കളെ, നിങ്ങളും ഒരു ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നതന്നല്ലേ. ഒരു ഉമ്മൻ്റെ വേദന നിങ്ങൾ അറിയണമെങ്കിലേ, ഈ ആണുങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വേദന ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷെ ഒരു പെണ്ണിന് അറിയായിരിക്കും, ഒരു പ്രസവിച്ച അമ്മക്കറിയായിരിക്കും, മക്കളെ സ്നേഹിക്കുന്ന അമ്മക്കറിയായിരിക്കും. സ്വന്തം മക്കള് സ്നേഹം കൊണ്ട് ബാപ്പിനെയും ഉമ്മിനെ സ്നേഹിക്കുന്ന മക്കളെ വേറൊരാളെ ഇത്രത്തോളം നെഗറ്റീവ് പറയുമ്പോൾ ഒരു ഉമ്മാക്കായാലും ബാപ്പാക്കായാലും സഹിക്കാൻ പറ്റൂല. എന്നാ ബിഗ് ബോസിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ആണുങ്ങളടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കളിക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? എന്തേ അത് കാണാത്തതിനെ കൊണ്ടുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക്? ഗെയിമല്ലേ, കളിക്കണ്ടേ, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യണ്ടേ? വെറുതെ ഒരു മൂലക്ക് പോയിരുന്നിട്ട് എന്ത് കാര്യമാണ്? അത് ഗെയിമാണ്. ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പഠിക്കുങ്ങള്. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് മനസ്സിൽ തട്ടി ചോദിക്കും, എൻ്റെ മോള് നിങ്ങൾ എന്ത് നെഗറ്റീവായി കാണുന്നത്? റെസ്പെക്ട് ഇല്ലാത്തതോ? എൻ്റെ മോക്ക് നല്ല റെസ്പെക്ട് ഉണ്ട്. അവൾ അറിയുന്നവർക്ക് അറിയാം അവളെ റെസ്പെക്ട് ഉള്ള മോളാണ് എന്ന്. ഒത്തിരി റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെയാണ് എൻ്റെ മോളെ പഠിപ്പിച്ചതും. അവള് മനസ്സാക്ഷിയില്ലാത്ത കുട്ടിയല്ല, ഒത്തിരി മനസ്സാക്ഷിയുള്ള കുട്ടിയാണ്, ഒത്തിരി സ്നേഹമുള്ള കുട്ടി, ഒത്തിരി എല്ലാവരും സ്നേഹിക്കുന്ന മോളാണത്. ഒരാളെ നെഗറ്റീവ് കണ്ടിട്ട് അവർക്ക് ഇത്രയും സങ്കടം വരുമ്പോൾ നിങ്ങൾ അതിലിങ്ങനെ സന്തോഷിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സുഖ കിട്ടുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ വീട്ടിലൊരു സങ്കടം നടന്ന് നിങ്ങൾക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും, എല്ലാവരും അങ്ങനെ തന്നെ. എൻ്റെ മോളെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതിന് കേട്ടിട്ട് ഞാൻ വന്ന് ചെയ്തൊരു വീഡിയോ ആണ്, അറിയാനും വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്താണ് അവൾ കണ്ട തെറ്റ് എന്നുള്ളതൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ. റെസ്പെക്ട്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുറെ പറഞ്ഞ ചീവീടിന്റെ സൗണ്ട് ആണ്, അവർക്ക് ചീവീടിന്റെ സൗണ്ടാ. എന്താ ചീവീടിന്റെ സൗണ്ട് നല്ലതല്ലേ? ഓരോരുത്തർക്കും ഓരോ സൗണ്ടാണ് റബ്ബ് കൊടുത്തിട്ടുള്ളത്. ആ സൗണ്ടിനെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒരാളെ കുറ്റം കണ്ട് ഞാൻ നല്ല ഭാഗം അവളത് കാണാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരേ കണ്ടന്റ് ഇട്ടിട്ട് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുക്കുന്നത്. ഇതിവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യൂല. അപ്പൊ ബൈ. ഇത്ര ഇനി ലാസ്റ്റ് ഒരു കാര്യം, ഞാൻ തലയിൽ തട്ടിട്ടാലും പ്രശ്നം, തട്ടിടാതെ വന്നിരുന്നാലും പ്രശ്നം. കുറെ ആൾക്കാർ പറഞ്ഞു, ഷോൾ ഇട്ട് വന്ന് മോക്ക് വോട്ട് വയ്ക്കാൻ വേണ്ടി വന്നിരിക്കുക. അല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ മോക്ക് വോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം വോട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഷോൾ ഇട്ട് വന്നിട്ട് ഞാൻ വോട്ട് വയ്ക്കാൻ, എനിക്ക് ചില ഡ്രസ്സ് എനിക്ക് ഷോൾ ഇടണം, അത് നിർബന്ധം. ചില ഡ്രസ്സിന് ഞാൻ ഷോൾ ഇടാറില്ല. അതെല്ലാ ഡ്രസ്സും എനിക്ക് എന്താ പറയുക, ഷോൾ ഇട്ടിട്ട് എല്ലാ ഡ്രസ്സും എനിക്ക് കംഫർട്ട് ആവില്ല. ഷോൾ ഇടേണ്ട ഡ്രസ്സ് ഞാൻ ഷോൾ തന്നെ ഇടും. ഈ തട്ടിടുന്ന ആൾക്കാർ, കുറേ തട്ടിട്ട് നിസ്കരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ മനസ്സ് നല്ലതാണോ? അവർ നിസ്കരിച്ച് ഷോളെ കെട്ട് നല്ല അതുപോലൊക്കെ നടന്ന് ഇവിടെ കെട്ടത് അവിടെ പറയാം, അവരെ കുറ്റം. അടുത്ത വീട്ടിൽ എന്താ നടക്കണം, ഇങ്ങനെയുള്ളത് നമ്മളെ മനസ്സാണ്. കുറേ ഷോൾ ഇട്ട് നടന്നിട്ടും, കുറേ നിസ്കരിച്ചിട്ടും, കുറേ പള്ളിയിൽ പോയിട്ടും, കുറേ അമ്പലത്തിൽ പോയിട്ടും ഇതൊന്നും ആയിട്ട് കാര്യമില്ല. എന്ത് ചെയ്താൽ നമ്മളെ മനസ്സാണ് നന്നാവേണ്ടത്. നമ്മളെ മനസ്സ് നല്ലതാണോ? നമ്മളും നല്ലതാ. നമ്മളെ മനസ്സ് അത്രേ ഉള്ളൂ. നീ ഷോൾ ഇട്ട് വന്നിട്ട് തള്ളതാ ഷോൾ ഇട്ട് വന്നിക്കണ കുറെ അത് വന്നിട്ടായിരുന്നു എനിക്ക്. തള്ളതാ ഷോൾ ഇട്ട് വന്നിട്ട് മോക്ക് വോട്ടിന് വേണ്ടി വന്നിക്കണെന്ന്. ഞാൻ ഷോൾ ഇടും, ഷോൾ ഇടാത്ത സമയങ്ങളുണ്ട്. എൻ്റെ ഓരോ ഡ്രസ്സിൻ്റെ കംഫർട്ട് അനുസരിച്ചിട്ട് എനിക്ക് ഷോൾ ഇടണോ ഇടണ്ടേ എന്നുള്ളത്. ഞാൻ എന്ന് കഴിച്ചാൽ എൻ്റെ മനസ്സ് നല്ലതാണോ, ഞാൻ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെയിലും ഒരുപാട് തെറ്റുകളുണ്ടാവും, ഒരുപാട് ശരികളുണ്ടാവും. പക്ഷെ മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം കണ്ടിട്ട് ശരിയെ മൂടി വെച്ചിരിക്കരുത്. ശരിയും കൂടി നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.